ഹലോ, നമസ്കാരം. അങ്ങനെ റൈഫിൾ ക്ലബ് മൂവി കണ്ടുവന്നിരിക്കുകയാണ്. സിമ്പിളായിട്ടൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കിണ്ണം കാച്ചി മൂവി എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഡയറക്റ്റഡ് ബൈ ആഷിഖ് അബു, എല്ലാവർക്കും അറിയാലോ. പക്ഷേ 2 സിനിമ അവസാനത്തെ 8 നിലയിൽ പൊട്ടിപ്പോയി. നാരദനും നീലവെളിച്ചവും. വൈറസ് ഹിറ്റായതിനു ശേഷം വേറൊരു സിനിമയും പിന്നെ പുള്ളിയുടെ ഹിറ്റായിട്ടില്ല. പക്ഷേ ഇത് 100% ഉറപ്പാണ് അടിപൊളി ഹിറ്റായിരിക്കുന്നു. അപ്പോൾ ആഷിഖ് അബു ആണ് ഡയറക്ടർ ആൻഡ് എഡിറ്റഡ് ബൈ ആഷിഖ് അബു. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ 3 പേരുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് 3 പേരും അടിപൊളി ആൾക്കാരാണ്. ഒന്ന് സുഹാസ് നിങ്ങൾക്കറിയാം, വരത്തൻ്റെ കോറൈറ്ററായിരുന്നു. പിന്നെ ദിലീഷ് കരുണാകരൻ, പുള്ളിയാണെങ്കിൽ നമ്മുടെ ഡാത്തടിയ, സാൾട്ട് ആൻഡ് പെപ്പർ, ഇടുക്കി ഗോൾഡ്, ഇങ്ങനത്തെ പടങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ പുള്ളി കോറൈറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ ശ്യാം പുഷ്കറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം പെട സിനിമകളായിരുന്നു. സാൾട്ട് ആൻഡ് പെപ്പർ, ജോജി, 22 ഫീമെയിൽ, ഇടുക്കി ഗോൾഡ്, യോബിൻ്റെ പുസ്തകം, പിന്നെ ഏതാ കുമ്പളങ്ങി നൈറ്റ്സ്, മായാനദി. എല്ലാം അടിപൊളി ഹിറ്റ് പടങ്ങൾ. ഇതിൻ്റെ എല്ലാം പിന്നിൽ പുള്ളി ഉണ്ടല്ലോ. പിന്നെ കൂട്ടുകാരെ, ഇതിൻ്റെ BGM കൈകാര്യം ചെയ്തിരിക്കുന്നത് മ്യൂസിക് റെക്സ് വിജയൻ, പുള്ളിയെക്കുറിച്ചൊന്നും പറയാനില്ല. പുള്ളി ചെയ്ത എല്ലാ പടങ്ങളും അടിപൊളി BGMഉം കാര്യങ്ങളുമാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് അടിപൊളി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. പിന്നെ ഇതിൻ്റെ പടം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതൊക്കെ കണ്ടുപരിചയിച്ച കഥ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊക്കെ നമുക്ക് മനസ്സിലാവും. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പടത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ അത് എടുത്തു വച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ്, അതാണ് പടത്തിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണ ഒരു പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അമൽനീരദിന് ഈ പടം കിട്ടിയിരുന്നെങ്കിൽ പുള്ളി ഒരു വേറെ ലെവലാക്കിയാണ് ഈ പടം. പക്ഷേ ആഷിഖ് അബു ഇത് മോശമാക്കിയിട്ടില്ല. ആഷിഖ് അബുവിൻ്റെ സ്ഥിരം ഒരു ജേണർ അല്ലെങ്കിലും പക്ഷേ പുള്ളി എന്താ പറയുക, നല്ല വൃത്തിക്ക് പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഇത് നല്ലൊരു എന്താ പറയുക, ഇവർ 3 പേരും ഈ സ്ക്രീൻ പ്ലേ ചെയ്ത 3 പേരും നല്ല രീതിയിൽ എന്താ പറയുക, അതൊരു എന്താ പറയുക, ഒരു സെറ്റപ്പ് ആക്കി എടുക്കാനായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാവരും അവരവരുടെ റോളുകൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വിജയരാഘവനാണെങ്കിലും വിജയരാഘവൻ്റെ ഒക്കെ റേഞ്ച് നമുക്കറിയാമല്ലോ. ഈ കിഷ്കിണ്ടാകാണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം, അത് അതിന് മുമ്പ് നമുക്കറിയാം. എന്നാലും ലാസ്റ്റ് നമ്മൾ കണ്ടത് കിഷ്കിണ്ടാകാണ്ടാണ്. പുള്ളിയുടെ ഒരു എന്താ പറയുക, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പല ഡയറക്ടേഴ്സും പുള്ളിയെ കുറേ പേരൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അത്രയും ഒരു ബ്രില്യൻ്റ് ആക്ടറാണ് പുള്ളി. പിന്നെ ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥിൻ്റെ ഒക്കെ ഒരു രണ്ടാം തിരിച്ചു വരവ് എന്നൊക്കെ പറയാവുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണയുണ്ട്. പിന്നെ റാണിമോൾ. അവർ സത്യം പറഞ്ഞാൽ ആഷിഖ് അബുവിൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. പക്ഷെ മറ്റുള്ള ഡയറക്ടേഴ്സൊന്നും പുള്ളിക്കാരി അങ്ങനെ വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിക്കണം. പിന്നെ നമ്മുടെ ദർശന, അറിയില്ലേ, ദർശന ഹൃദയത്തിലെ പുള്ളിക്കാരിയുണ്ട്. അങ്ങനെ എന്ത് പറയണം, എല്ലാ ആക്ട്രസും എല്ലാം അടിപൊളിയാണ്. പിന്നെ പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ 2 മണിക്കൂറുള്ളൂ പടം. പക്ഷേ 2 മണിക്കൂറും നമ്മൾ ഒരു നിമിഷം പോലും ബോറടിക്കാത്ത രീതിയിലാണ് പടം സെറ്റ് ചെയ്തേക്കണത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ഒരു ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ കോമഡി പറഞ്ഞാൽ കുറച്ച് ഡബിൾ മീനിങ് കോമഡി ഉണ്ടെങ്കിലും അത് നമ്മളൊരു അലോസരപ്പെടുത്തുന്ന ഒരു ഡബിൾ മീനിങ് ഒന്നല്ല. ഡബിൾ മീനിങ് ആണെങ്കിൽ പോലും അതൊരു സ്റ്റാൻഡേർഡ് ഡബിൾ മീനിങ് കോമഡി ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യുവാക്കൾക്കും എല്ലാവർക്കും ഒന്നൊരു രസമാണ് കേട്ടിരിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ പടത്തിൽ സ്റ്റാർട്ടിങ് ഒരു മംഗലാപുരത്ത് നിന്ന് തുടങ്ങി പടം കഥ വേഗം നേരെ പോകുന്നത് വയനാടിലേക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പടത്തിൻ്റെ ഒരു ഇത്. പിന്നെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പടത്തിൻ്റെ ഒരു ലെവൽ മനസ്സിലാവും, കഥ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ആ കഥയിൽ അത്ര വലിയ പുതുമയില്ലെങ്കിലും അതിൻ്റെ അവതരണം കാര്യങ്ങളും അതിന് സെറ്റ് ചെയ്തേക്കണ രീതിയും, അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഈ യുവാക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്നിലെ പ്രേക്ഷകനെ തന്നെ എനിക്കൊരു 100-ൽ 80% തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് തന്നെ ഒരു 3-4 സീനിൽ എനിക്ക് കൈയടിക്കാൻ തോന്നി, ഞാൻ കൈയടിക്കുകയും ചെയ്തു.
അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് എപ്പോഴാണ്, ചില സീൻ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നും. അവിടെയാണ് ആ പടത്തിൻ്റെ വിജയം. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ഹനുമാൻ കൈൻഡ്. അറിയാലോ, സൂരജ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മലപ്പുറംകാരനാണ്, റാപ്പർ, സിംഗറാണ്. പക്ഷേ പുള്ളി പൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റംസാൻ, പുള്ളി അടിപൊളിയായിരുന്നു. അങ്ങനെ ടോട്ടാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ടോട്ടലായിട്ട് എല്ലാവരും കിടുക്കാഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ 100% ഇല്ലെങ്കിലും ഒരു 80-90% തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം, പൈസ എന്തായാലും പോവില്ല. പിന്നെ യൂത്തിനും പിള്ളേർക്കൊക്കെ അടിപൊളി ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുതിർന്നവർക്കൊന്നും അത്ര വലിയ ഇതുണ്ടാവില്ല, കാരണം കുറച്ച് ഷൂട്ടിങ്ങും പരിപാടികളും അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു ചോരത്തളപ്പിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10/8 ഞാൻ ഇതിന് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.